ഈശോയിൽ സ്നേഹമുള്ളവരെ, മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. പ്രിയപ്പെട്ടവരെ, പ്രാരംഭ കർമ്മത്തിലെ പ്രവേശക പ്രദക്ഷിണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക. പ്രവേശക ഗാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, പ്രവേശക ഗാനത്തിൻ്റെ 4 ലക്ഷ്യങ്ങളിൽ ഒന്ന് പ്രവേശക പ്രദക്ഷിണത്തിന് അകമ്പടി സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പ്രവേശക പ്രദക്ഷിണം അർത്ഥമാക്കുന്നത്? ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് സാങ്ച്വറിയെ, വിശുദ്ധ ബലിപീഠത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്ന പുരോഹിതനും മറ്റു ശുശ്രൂഷകരും അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്നത്, ഈ ഭൂമിയിലെ മുഴുവൻ സഭയെ തന്നെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയാകുന്ന സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഈ ഭൂമിയിലെ തീർത്ഥാടക സഭ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൻ ദേശത്ത് പ്രവേശിച്ച പഴയ ഇസ്രായേലിനെ പോലെ പുതിയ ഇസ്രായേലായ സഭ തൻ്റെ വാഗ്ദാന ദേശമായ സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ നയിച്ചത് മോശയായിരുന്നുവെങ്കിൽ സഭയെ നയിക്കുന്നത് ക്രൂശിതനായ യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവേശക പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുൻപിൽ നമ്മൾ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം എപ്പോഴും സ്ഥാനം പിടിക്കുന്നത്. ക്രൂശിത രൂപത്തിന് ഇരുവശവുമുള്ള തിരികളും അതിനു മുന്നിലുള്ള ധൂപവും രാജാവും നേതാവുമായ ക്രിസ്തുവിന് സഭ നൽകുന്ന ആദരവിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അപ്പോൾ ഈ തീർത്ഥാടനത്തിൽ എന്താണ് സഭയ്ക്ക് വഴികാട്ടിയായുള്ളത്? സഭയ്ക്ക് വഴികാട്ടിയായുള്ളത് ക്രിസ്തുവിൻ്റെ വചനം തന്നെയാണ്, ദൈവവചനം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവേശക പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുന്നിൽ തന്നെ കുരിശിന് ശേഷമായി ഡീക്കൻ അല്ലെങ്കിൽ മറ്റൊരു വാചകൻ ഉയർത്തിപ്പിടിച്ച സുവിശേഷ ഗ്രന്ഥവുമായിട്ട് മുന്നേറുന്നത്. അപ്പോൾ ദേവാലയത്തിൻ്റെ വിശുദ്ധ വേദിയിലേക്ക്, സാങ്ച്വറിയിലേക്ക്, അതുകൊണ്ട് അവിടെയാണ് കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം നടക്കുക. അപ്പോൾ ദേവാലയത്തിൻ്റെ സാങ്ച്വറി അഥവാ ബലിവേദി സ്വർഗത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ സഭയും സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. നമ്മെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ബലിയർപ്പിക്കുവാൻ, കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന മുഴുവൻ സഭയുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമായിട്ട് ഈ പ്രവേശക പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന പുരോഹിതനും അൾത്താര ശുശ്രൂഷകരും മറ്റ് ശുശ്രൂഷകരും മാറുന്നത്. അവർ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. അവർ പ്രവേശക പ്രദക്ഷിണത്തിലൂടെ സ്വർഗത്തിലേക്ക്, സാങ്ച്വറിയിലേക്ക് പ്രവേശിക്കുന്നു. സാങ്ച്വറി സ്വർഗത്തിൻ്റെ പ്രതീകമായി മാറുന്നു. എന്താണ് സാങ്ച്വറി? അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.